നമ്മുടെ 3 രാജ്യങ്ങളിലേക്കുള്ള T20 പര്യടനം ഇന്ത്യയുടെ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ഏറ്റവും ഔട്ട് ഓഫ് ഫോമായിട്ട് നിൽക്കുന്ന ആൾ അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന ഓപ്പണറാണ്. അതിനൊപ്പം ഒരു വലിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു പുതിയ താരോദയമായിട്ട് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന കൊച്ചുബാലൻ വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഒരു വലിയ ചർച്ച ഇപ്പോൾ നടക്കുന്നത് സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടുപേരും ഓപ്പണറായിരുന്നു. നമുക്കറിയാം ഈ സമീപ ഭാവിയിലൊന്നും അഭിഷേക് ശർമ്മ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് കളിച്ചിട്ടേ ഇല്ല. അതേപോലെ ഈ സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും താരതമ്യം ചെയ്യുന്ന പോലും ശരിയല്ല എന്ന് അഭിപ്രായക്കാരാണ്. സഞ്ജു കുറച്ചും കൂടെ ടെക്നിക്കലി ക്ലാസിക് പ്ലെയറാണ്, ക്ലാസ് പ്ലെയറാണ്. പുള്ളിക്ക് കവർ ഡ്രൈവ് ഒക്കെ നന്നായിട്ട് പുള്ളിയുടെ ദിവസങ്ങളിൽ പുള്ളിയുടെ ഷോട്ടുകൾക്കെല്ലാം ഭയങ്കര സൗന്ദര്യാത്മകത, വെറൈറ്റി ഷോട്ടുകളാണ്, സൗന്ദര്യാത്മകത. കാടനടിയല്ല. അതെ, സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും നമ്മുടെ ലക്ഷ്മണും ഗാംഗുലിയും. അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഗില്ല് മാത്രമേ ഉള്ളൂ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഷോട്ടുകൾ കളിക്കുന്ന ഒരു താരമാണ് സഞ്ജു. അപ്പൊ സഞ്ജുവിന് സമ്മർദ്ദം വരുമ്പോഴാണ് സഞ്ജുവിന്റെ പ്രകടനത്തെ ബാധിക്കുന്നത്. മറ്റേ എൻഡിൽ നിൽക്കുന്ന ബാറ്റ്സ്മാന്റെ പ്രകടനം എല്ലാം സഞ്ജു അതിജീവിക്കേണ്ടതാണ്. പക്ഷെ സഞ്ജുവിന് അത് അതിജീവിച്ചിട്ടില്ല. അപ്പം സഞ്ജുവിനെ അഭിഷേക് ശർമ്മയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. കാര്യം അഭിഷേക് ശർമ്മ കൂറ്റനടിച്ച് കണ്ണും പൂട്ടി അടിക്കുകയാണ്, കൊണ്ടു. അങ്ങനെ കണ്ണും പൂട്ടി അടിക്കുന്ന എല്ലാ താരങ്ങൾക്ക് ക്ലാസ് ഇല്ലെങ്കിൽ എതിരാളികൾ പെട്ടെന്ന് അവരെ വീക്ക്നെസ് മനസ്സിലാക്കി അവരെ ഔട്ടാക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഉണ്ടാക്കും. ഇങ്ങനെ അടിച്ച് മുന്നേറുന്ന താരങ്ങൾ ഇപ്പം ജയസൂര്യ, വീരേന്ദ്ര സേവാഗ്, ഇങ്ങനെ ആദം ഗിൽക്രിസ്റ്റ്, ഇങ്ങനെയുള്ള ഭയങ്കര ക്ലാസ് പ്ലെയേഴ്സിന് മാത്രമേ ഇതിനെ അതിജീവിച്ച് ദീർഘകാലം ക്രിക്കറ്റ് കളിക്കാനും പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം സഞ്ജുവും അഭിഷേക് ശർമ്മയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ അഭിഷേക് ശർമ്മയെ എതിരാളികൾ പഠിച്ചു കഴിഞ്ഞു. അഭിഷേക് ശർമ്മ എങ്ങനെ ഔട്ടാക്കണം, പ്രത്യേകിച്ച് ഇപ്പം മറ്റേ TV ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് വളരെ പഠിപ്പിക്കാൻ പറ്റും. അതാണ് അഭിഷേക് ശർമ്മയ്ക്ക് തുടർച്ചയായി ഇത്തരം മാച്ചുകളിൽ പരാജയപ്പെടാൻ ഒരു കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലിപ്പം സഞ്ജു ഒരു 2-3 കളികളിൽ പരാജയപ്പെട്ടാൽ തന്നെ സഞ്ജുവിനെ നശിപ്പിക്കുകയാണ് സഞ്ജുവിന്. പക്ഷേ ഇപ്പൊ തന്നെ നമുക്കറിയാം വേൾഡ് കപ്പിൽ ആദ്യത്തെ കളികളിലെല്ലാം അയാൾ വൻ പരാജയമായിരുന്നു സഞ്ജു. പക്ഷെ അയാൾ ഇന്ത്യക്ക് വേണ്ട സമയത്ത് അയാൾ ഫോമിലേക്ക് ഉയർന്നു. അയാളുടെ ഒറ്റ തോളല്ല, അയാളുടെ തോളിൽ മാത്രമാണ് ഇന്ത്യ വേൾഡ് കപ്പ്. വേറെ ആർക്കും. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാല് T20യുടെ ക്യാപ്റ്റൻ അദ്ദേഹം കണ്ണുടച്ച് സഞ്ജുവിനെയാണ് ആക്കേണ്ടത്. അതോടുകൂടി അയാളുടെ കോൺഫിഡൻസ് ഇരട്ടിയാവും. അയാളെ ഇന്ത്യയുടെ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ആക്കി കഴിഞ്ഞാൽ, ഇപ്പം വൈസ് ക്യാപ്റ്റൻ എന്നുള്ള ഒരു പദവി കൊടുത്തു തിലക് വർമ്മ എന്ന് പറയാൻ കളിക്കുന്നതേ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പം കളിച്ച് ലോകകപ്പ് നേടിക്കൊടുത്ത സഞ്ജുവിനെ നിർത്തിക്കൊണ്ട് ആ ലോകകപ്പ് ടീമിൽ ഇല്ലാത്ത ശ്രേയസ് അയ്യരെ കൊണ്ടുവന്ന് ക്യാപ്റ്റൻ ആക്കുമ്പം അത് സഞ്ജുവിന് കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ മെന്റൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ആ മെസ്സേജാണ് ഈ അയർലൻഡിലും ഇംഗ്ലണ്ടിലും എല്ലാം പരാജയപ്പെടാൻ കാരണം. ആ ക്യാപ്റ്റനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ ആ കോച്ചുമായിട്ടൊരു ശരിയായ കമ്മ്യൂണിക്കേഷൻ പോലും സഞ്ജുവിന് അതുകൊണ്ട് തന്നെ ഉണ്ടാവാതെ പോകും മാനേജ്മെന്റുമായിട്ട്. അപ്പൊ ഈ നമ്മൾ ഇന്ത്യയിലെ പിച്ചുകൾ പോലെ അല്ല അയർലൻഡിലും കുറച്ചും കൂടെ സീം ചെയ്യുന്ന. അപ്പം വ്യക്തമായൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ ടീമിലെ പ്ലെയേഴ്സിന് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ട് മാത്രമാണ് തോറ്റത്. ഇപ്പം നമ്മൾ സിംബാബ്വേയിൽ പോയപ്പോൾ നമ്മൾ ജയിച്ചു എന്ന് പറയുന്നു. ജയിക്കുമ്പോൾ അവിടെ VVS ലക്ഷ്മണാണ് ടീമിൻ്റെ കൂടെ കോച്ചിങ് സ്റ്റാഫായിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മണ് പ്ലെയേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ വേണം, വൈഭവ് സൂര്യവംശി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. പക്ഷേ ഈ മാച്ചിൽ ഇപ്പം ഞാൻ വിശ്വസിക്കുക സിംബാബ്വേയിൽ VVS ലക്ഷ്മൺ ഉള്ളപ്പം സഞ്ജു കളിച്ചിരുന്നെങ്കിൽ സഞ്ജു എങ്കിൽ ഇന്ത്യയുടെ കളിയുടെ റിസൾട്ട് ഇതുപോലെ മാറിയേനെ. കാരണം ഈ കൊച്ചു പയ്യൻ അപ്പുറത്ത് നിന്ന് അവൻ കണ്ണും പൂട്ടി അടിക്കുക. കാരണം അവന് വേറെ മൈനസോ നെഗറ്റീവ്സോ ഒന്നുമില്ല. അവനെ വിട്ടിരിക്കുന്നത് അവനിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് ബോണസ് എന്നുള്ള നിലയിൽ മാത്രമാണ് അവനെ വിട്ടത്. പക്ഷെ അപ്പോഴാ ഈ വൈഭവ് സൂര്യവംശിയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പുള്ളി ഒരു കാടനടിക്കാരൻ കൂടെ അല്ല, പുള്ളി ഒരു ക്ലാസ് പ്ലെയർ തന്നെയാണ്. നന്നായിട്ട് കളിക്കാമത്ത വയസ്സിൽ ഇങ്ങനെ അടിക്കണമെങ്കിൽ അവന്റെ കയ്യിലൊരു ക്ലാസ് ഉണ്ട്. അത് മാത്രമല്ല ഈ കാടൻ അടിക്കൊപ്പം തന്നെ അവൻ നല്ല ഷോട്ട് കളിക്കും. അതെ, പല ഷോട്ടുകളും ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര സൗന്ദര്യത്തിന്റെ നിറകുടമായി മാറുന്ന പല ഷോട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈഭവ് സൂര്യവംശിയെ നമ്മളൊരു ക്ലാസ് പ്ലെയറിന്റെ കാറ്റഗറിയിൽ തന്നെ കൊണ്ടുവരണമെന്നും വൈഭവ് സൂര്യവംശിയെ ടെസ്റ്റ് കളിപ്പിക്കണം, വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കണം. അങ്ങനെ 3 ടീമിന്റെയും ഒരു സ്ഥിരം മുഖമാക്കി ഭാവിയിലെ ഇന്ത്യയുടെ സച്ചിൻ തെണ്ടുൽക്കർ ആകാനുള്ള എല്ലാ കപ്പാസിറ്റി ആ പ്ലെയറിനുണ്ട്. അതുപോലെ തന്നെ ഈ യശസ്വി ജയ്സ്വാളിനെ ഇവരെന്തിനാണ് പുറത്തു നിർത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അയാൾ ഈ പറഞ്ഞ പോലെ നല്ല ക്ലാസ് ഉള്ള പ്ലെയറാണ്. അതായത് വൈഭവ് സൂര്യവംശയെ പോലെ തന്നെ പ്രതിഭയുള്ള പ്ലെയറാണ് യശസ്വി ജയ്സ്വാൾ. ഇവർക്ക് ഈ അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞാൽ അയാളെ മാത്രമേ ഇവർ കളിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം അവസാന T20 സെഞ്ചുറി അടിച്ച ആളാണ് ഈ യശസ്വി ജയ്സ്വാൾ. അതിനുശേഷം അയാൾ ഇന്ത്യൻ ടീം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, അവസാന സെഞ്ചുറി അടിച്ചാണ് സഞ്ജു സാംസൺ. അത് സൗത്ത് ആഫ്രിക്കയിൽ. പിന്നെ
കളിച്ചിട്ടില്ല, പിന്നെ കളിപ്പിച്ചിട്ടേ ഇല്ല. അവിടെയാണ് ശരിക്കും ഇവിടെ ഒരു കോമ്പിനേഷൻ. ഈ ടീമിന്റെ പ്രശ്നം എന്താണ്, നമ്മുടെ ഈ ടീമിന്റെ മിഡിൽ ഓർഡർ ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നല്ലോ ഇത്തവണ. ഇഷാൻ കിഷനൊക്കെ എത്ര കളിക്ക് ശേഷമാണ് 2 കളിയിൽ അടിക്കുന്നത്. ഈ പറയുന്ന വൈഭവും സഞ്ജുവും ആയിരുന്നു ഇതിന്റെ ഓപ്പണിംഗ് ജോഡി എങ്കിൽ ഈ കളി അങ്ങ് മാറിപ്പോയി. അത് ആദ്യം തൊട്ടേ സഞ്ജു എന്ന് പറഞ്ഞ പ്ലെയറിനെ ഓപ്പണറായി മാത്രം കാണേണ്ട ആവശ്യമില്ല. സഞ്ജുവിനെ ഈ ഏത് ബാറ്റിംഗ് ഏത് പൊസിഷനിലും ഇറക്കാം. അല്ല, 1 ഡൗൺ വേണേലും ഇറക്കാവുന്നതേ ഉള്ളൂ. ഈ മിഡിൽ ഓർഡറിൽ ഇറക്കാൻ പറ്റും. കാര്യം പുള്ളി ഒരു വിക്കറ്റ് കീപ്പർ കൂടെയാണല്ലോ. അതെ. അപ്പോൾ വിക്കറ്റ് കീപ്പർ ആകുമ്പം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണല്ലോ മിഡിൽ ഓർഡറിൽ പുള്ളിക്ക് കളിക്കാൻ. എവിടെ വേണമെങ്കിലും പുള്ളിക്ക് ആങ്കർ ചെയ്ത് കളിക്കാൻ പറ്റും, ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. ഈ സഞ്ജു സൂര്യവംശി ഓപ്പണിംഗ് പെയർ വരികയും അതിന്റെ പിന്നാലെ ഈ പറയുന്ന 1-2 റൈറ്റ് ഹാൻഡേഴ്സ് ബാറ്റർമാർ കൂടി അതിനകത്ത് വരണമല്ലോ. ഇപ്പോൾ വരുന്ന മുഴുവൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് അല്ലേ. ഗില്ലിനെ എന്തുകൊണ്ട് ഒരു കളിപ്പിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഗില്ല് നല്ല T20 പ്ലെയർ. ഗില്ലിനെ കളിപ്പിക്കാൻ മാത്രമല്ല, ഗില്ലിനെയാണ് T20 ടീമിന്റെയും ക്യാപ്റ്റൻ ആക്കിയത്. അതെ. അതായത് എപ്പോഴും 3 ഫോർമാറ്റിന് ഒരു ക്യാപ്റ്റനാണ് നല്ലത്. എന്നാൽ മാത്രമേ എല്ലാ പ്ലെയേഴ്സിനും ആ ക്യാപ്റ്റനോടൊരു ഇത് വരും. നമ്മുടെ ആരാധകരുടെ ഒരു വിചാരമുണ്ട്, T20 എന്ന് പറഞ്ഞാൽ 6 മാത്രം അടിക്കുന്ന പ്ലെയർ ആയിരിക്കണം. ഒരിക്കലും വേണ്ട. എന്തിനാണ് 6 മാത്രം അടിക്കുന്നത്? ഇപ്പം സായി സുദർശൻ നമ്മൾ IPL കളിക്കുന്നുണ്ടോ, അയാൾ കുറഞ്ഞ ബോളിലാണ് സെഞ്ചുറി അടിക്കുന്നത്, പക്ഷെ അയാൾ അടിക്കുന്ന ഒരു 4 ആണ്. ഞാൻ കേരളത്തിന്റെ കാര്യം, കേരളത്തിന് വേണ്ടി T20 കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടല്ലോ. അതിൽ ഒരു കേരളത്തിന്റെ ഒരു ക്ലാസ് ബാറ്റ്സ്മാനാണ് റോഹൻ പ്രേം. റോഹൻ പ്രേം വലിയ അടിയൊന്നും അടിക്കത്തില്ല, പക്ഷെ റോഹൻ പ്രേമിന്റെ കരിയർ എടുത്ത് നോക്കിയാൽ T20 പുള്ളി നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ 2 എടുത്തും സിംഗിൾ എടുത്തും ബോള് റൺസ് എടുക്കുന്ന മിസ്സാക്കാതിരുന്നാൽ മതി പന്തുകൾ. അല്ല, ഈ T20 വരുന്നതിന് മുമ്പ് സച്ചിൻ തെണ്ടുൽക്കർ അടിച്ചിട്ടുണ്ടല്ലോ 40 ബോളിൽ 80ഉം 90ഉം ഒക്കെ. അതിനകത്ത് അടിച്ചിരിക്കുന്നതിനകത്ത് ഒറ്റ 6 പോലും കാണത്തില്ല. മൊത്തം പുള്ളി ഗ്യാപ്പ് കണ്ടെത്തി 4 അടിക്കും. അതാണ് അങ്ങനെ. അതുകൂടെ നമ്മൾ കാണാം. T20 വന്നതോടെ എന്തോ അത്യാവശ്യം. അല്ല, ഞാൻ സൗരവ് ഗാംഗുലിയും സച്ചിൻ തെണ്ടുൽക്കറും ഓപ്പൺ ചെയ്തിരുന്ന ഇന്ത്യയുടെ ആ മാസ്മരിക കാലത്ത് രണ്ടുപേരും ഗ്രൗണ്ട് ഷോട്ടുകളിലൂടെയാണ് കളി മുന്നോട്ട് പോയത്. ഇവരിങ്ങനെ തിളങ്ങിയിരിക്കുന്ന സമയത്താണ് സെവാഗ് വരുന്നത്. അപ്പൊ സെവാഗിന് വേണ്ടി ഇദ്ദേഹം മാറിക്കൊടുത്തതാണ്, ഗാംഗുലി മാർക്ക്. അതായത് അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു, അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. പക്ഷേ സേവാഗും 6 ഒക്കെ അടിക്കുന്ന വളരെ കുറവാണ്. 4 ആയിരുന്നു പുള്ളി അടിക്കുന്നത്. പുള്ളി 6 അടി കുറവായിരുന്നു. അതാണ് നമ്മുടെ ഈ T20 വന്നതോടെ നമ്മുടെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് 6 അടിച്ചെങ്കിൽ മാത്രമേ T20 പ്ലെയർ ആകുന്നുള്ളൂ എന്നാണ്. അത് വെറുതെയാണ്. അങ്ങനെ ഈ 6 അടിക്കാൻ ശ്രമിച്ചിട്ടാണ്. സഞ്ജുവിന്റെ ഒരു പ്രശ്നം എന്താ, 6 അടിക്കാൻ ശ്രമിക്കുക. പക്ഷെ സഞ്ജുവിന്റെ ക്ലാസ് വെച്ച് സഞ്ജു ഗ്രൗണ്ട് ഷോട്ട് കളിച്ചാൽ മതി, ഈസി ആയിട്ട് അടിച്ചെടുക്കാം. ഈ പറയുന്ന നമ്മളിപ്പോൾ ഈ പറയുന്ന വേൾഡ് കപ്പിന്റെ സെമിയിലും അവിടെ എവിടെയൊന്നും പുള്ളി കൂടുതൽ 6 ഒന്നും അടിച്ചിട്ടില്ലല്ലോ. എല്ലാം കൂടുതലും പുള്ളി ഗ്രൗണ്ട് അവസരത്തിനൊത്ത് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ T20 ടീം അഴിച്ചു പണിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ശ്രേയസ് അയ്യരെ ക്യാപ്റ്റൻ ആക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ആദ്യമൊക്കെ നമ്മളത് നല്ല ക്യാപ്റ്റൻ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ അഭിപ്രായം അപ്പോഴും ഇതായിരുന്നു, വേൾഡ് കപ്പിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു ക്യാപ്റ്റനെ മാറ്റണമെങ്കിൽ സഞ്ജുവിനായിരുന്നു ക്യാപ്റ്റൻ. അതുണ്ടായിരുന്ന ഒരു ഗുണം എന്താണെന്ന് അറിയാം, വേൾഡ് കപ്പിന്റെ ആ ഒരു ബൂസ്റ്റിൽ ഇങ്ങനെ വരുന്നതായിരുന്നു സഞ്ജു. അതിലോട്ട് ഇയാളെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ ഭയങ്കര പെർഫോമൻസ് ചെയ്തു. അത് മാത്രമല്ല, ഈ ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറ്റവും ബൂസ്റ്റ് ആയത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറഞ്ഞ ക്യാപ്റ്റനാണ്. അതെ, പുള്ളി ജാർഖണ്ഡ് പോലെ ഒരു വളരെ അപ്രധാന സംസ്ഥാനം ക്രിക്കറ്റിൽ അന്നത്തെ കാലത്ത്, ആ സംസ്ഥാനത്തിൽ നിന്ന് പെട്ടെന്ന് ക്യാപ്റ്റനായി മാറുന്നു. അതിന്റെ ഗുണം ഇന്ത്യയിലെ മുഴുവൻ ക്രിക്കറ്റ് കളിക്കാരും ഉണ്ടായി. അതേപോലെ കേരളത്തിൽ നിന്നൊരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെ, അതൊരു വലിയ ശരിയാണ്, കറക്റ്റാണ്. അല്ലാതെ ഈ ബോംബെക്കും ഡൽഹിക്കും ബംഗാളിനും ഒക്കെ കുത്തകയാക്കി കൊടുക്കാതെ, ഈ അല്ലെ കർണാടകത്തിനൊക്കെ കുത്തകയാക്കി കൊടുക്കാതെ ഇങ്ങനെ കഴിവുള്ള ചെയ്യാവുന്നല്ലോ. അതെ, ശരിക്കും ഈ ഇന്ത്യൻ T20 ടീം ഇപ്പം സിംബാബ്വെ പോയി ജയിച്ചു. സിംബാബ്വെ നമ്മൾ കുറച്ച് കാണണ്ട, കാരണം അവരുടെ നാട്ടിൽ അവർ ശക്തരാണ്. അവർ കഴിഞ്ഞ ദിവസമൊക്കെ 130. എൻ്റെ ഒരു ഇതാണ്, നമ്മൾ 3 ഫോർമാറ്റിനും 3 ക്യാപ്റ്റന്മാര് 3 ടീം. അതെ, പക്ഷെ 3 ഫോർമാറ്റിനും ഒരു കോച്ചാണ്. അതെ, അതാണ് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ 3 ഫോർമാറ്റിന് 3 കോച്ച് വേണ്ടേ? അത് വേണം. T20ക്ക് വേറൊരു കോച്ചിനെ വെക്കണം. അതെ, അതെന്താ വയ്ക്കാത്ത? അവർ VVS ലക്ഷ്മണനെ വയ്ക്കുക, 1 ഡേക്ക് ഒരാളെ വയ്ക്കുക, ടെസ്റ്റിന് വേറൊരാളെ വയ്ക്കുക. അത് ടെസ്റ്റിന് ഇവര് രാഹുൽ ദ്രാവിഡിനെ കോച്ചാക്കി വെക്കട്ടെ. അതെ, അല്ല മുഹമ്മദ് കൈഫ് ഉണ്ടല്ലോ, ഇവർക്ക് ഫീൽഡിംഗ് കോച്ചായിട്ട് മുഹമ്മദ് കൈഫിനെ വെച്ചുകൂടെ? അപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് കുറെ പേരുകളിൽ ഇത് പണ്ട് ഈ ഒരു കോക്കസ് മാറിയതായിരുന്നു, പക്ഷെ അത് വീണ്ടും ആ ഒരു രീതിയിലേക്ക് സെലക്ഷൻ കമ്മിറ്റിയുടെ കോക്കസ് വന്നു. എന്താണെങ്കിലും വൈഭവ് സൂര്യവംശി, സഞ്ജു വി സാംസൺ ഒരു ഓപ്പണിംഗ് ജോഡി ഇന്ത്യക്ക് ഒരു വലിയ തുടക്കം തന്നെ നൽകും. അത് പക്ഷേ അതിനുവേണ്ടി നമ്മുടെ മാനേജ്മെന്റ് തയ്യാറാകുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്.